നമസ്കാരം. നമ്മുടെ ഇംഗ്ലീഷ് ലേണിംഗ് സീരീസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് വളരെ സങ്കടകരമായ ഒരു കാര്യം പങ്കുവെക്കാനുണ്ട്. നമ്മുടെ വാൽപ്പാറയിലുണ്ടായ അപകടത്തിൽ കുറച്ചു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന വാർത്ത നടുക്കത്തോടെയാണ് നമ്മൾ കേട്ടത്. മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനൊപ്പം അവർക്കായി നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് ടെൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ്. ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടാൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചും കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചും നിങ്ങൾക്ക് ഇനി മറ്റൊരു വീഡിയോ കാണേണ്ടി വരില്ല. നമുക്ക് തുടങ്ങാം. വെർബിൻ്റെ V3 രൂപങ്ങൾ. ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം വെർബിൻ്റെ 3ാം രൂപമായ V3 ആണ്. ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ഈ രൂപം അറിഞ്ഞിരിക്കണം. നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട 15 V3 രൂപങ്ങൾ ഇവയാണ്. അതിനു മുൻപായി V1, V2, V3 എന്നാൽ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. V1 ബേസ് ഫോം ഓർ പ്രസന്റ് ടെൻസ്. ഇതിനെ വെർബിൻ്റെ അടിസ്ഥാന രൂപം എന്ന് വിളിക്കുന്നു. എപ്പോൾ ഉപയോഗിക്കും? നമ്മുടെ ശീലങ്ങൾ, ഹാബിറ്റ്സ് പറയാനും എപ്പോഴും സത്യമായ കാര്യങ്ങൾ പറയാനും ഇത് ഉപയോഗിക്കുന്നു. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. ഉദാഹരണം: ഈറ്റ് കഴിക്കുന്നു, ഗോ പോകുന്നു, റൈറ്റ് എഴുതുന്നു. വാചകം: ഐ ഈറ്റ് ആൻ ആപ്പിൾ എവ്രി ഡേ. ഞാൻ ദിവസവും ആപ്പിൾ കഴിക്കാറുണ്ട്. V2 പാസ്റ്റ് ടെൻസ്. നമുക്ക് അടുത്തത് നോക്കാം. ഒരു കാര്യം കഴിഞ്ഞുപോയി എന്ന് പറയാൻ വെർബിൻ്റെ 2ാമത്തെ രൂപം ഉപയോഗിക്കുന്നു. ഇത് നമുക്ക് വരും ക്ലാസ്സിൽ പഠിക്കാം. എപ്പോൾ ഉപയോഗിക്കും? ഭൂതകാലത്തിൽ പാസ്റ്റ് ടെൻസിൽ നടന്നൊരു കാര്യം പറയാൻ. ഉദാഹരണം: ഈറ്റ് കഴിച്ചു, വെന്റ് പോയി, റോട്ട് എഴുതി. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെർഫെക്റ്റ് ടെൻസുകളിൽ ഉപയോഗിക്കുന്നത്. എപ്പോൾ ഉപയോഗിക്കും? ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞു. ഹാവ്, ഹാസ്, ഹാഡ് എന്നിവയ്ക്കൊപ്പം ഉപയോഗിക്കാൻ. ഉദാഹരണം: ഈറ്റൻ കഴിച്ചിട്ടുണ്ട്, ഗോൺ പോയിട്ടുണ്ട്, റിട്ടൻ എഴുതിയിട്ടുണ്ട്. വാചകം: ഐ ഹാവ് ഈറ്റൻ ദ ആപ്പിൾ. ഞാൻ ആപ്പിൾ കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ കുറച്ച് V3 നോക്കാം. V എന്ന് പറയുന്നത് വെർബിൻ്റെ ഷോർട്ടാണ് കേട്ടോ. ഗോൺ പോയിട്ടുണ്ട്, കം വന്നിട്ടുണ്ട്, ഈറ്റൻ കഴിച്ചിട്ടുണ്ട്, ഡ്രങ്ക് കുടിച്ചിട്ടുണ്ട്, ഡൺ ചെയ്തിട്ടുണ്ട്, റിട്ടൺ എഴുതിയിട്ടുണ്ട്, സീൻ കണ്ടിട്ടുണ്ട്, ടേക്കൻ എടുത്തിട്ടുണ്ട്, ഗിവൻ നൽകിയിട്ടുണ്ട്, സ്പോക്കൻ സംസാരിച്ചിട്ടുണ്ട്, വർക്ക് ജോലി ചെയ്തിട്ടുണ്ട്, ഫിനിഷ്ഡ് തീർത്തിട്ടുണ്ട്, ബോട്ട് വാങ്ങിയിട്ടുണ്ട്, നോൺ അറിഞ്ഞിട്ടുണ്ട്, മെയ്ഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വാക്കുകൾ കൃത്യമായി ഓർത്തു വെക്കുക. കാരണം ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇവ നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് നോക്കാം. ഒരു കാര്യം നടന്നു കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ ഫലം ഇപ്പോഴുണ്ട് എന്ന് പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് V3. ഹാസ്, ഹി, ഷീ, ഇറ്റ്, സിംഗിൾ നെയിം. ഹാവ്, ഐ, യു, വി, ദേ, പ്ലൂറൽ. ഐ, യു എന്നത് എന്തുകൊണ്ടാണ് പ്ലൂറൽ ആയത് എന്ന് മുന്നേ നൽകിയിട്ടുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടാൽ മതി. നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ വെച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഹി ഹാസ് സീൻ ദ താജ്മഹൽ. അവൻ താജ്മഹൽ കണ്ടിട്ടുണ്ട്. ഷീ ഹാസ് സീൻ ദ താജ്മഹൽ. അവൾ താജ്മഹൽ കണ്ടിട്ടുണ്ട്. ഇറ്റ് ഹാസ് സീൻ മെനി ചേഞ്ചസ്. അത് ഒരുപാട് മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു പഴയ കെട്ടിടത്തെക്കുറിച്ച് പറയുമ്പോൾ രാഹുൽ ഹാസ് സീൻ ദ താജ്മഹൽ. രാഹുൽ താജ്മഹൽ കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ദ താജ്മഹൽ. ഞാൻ താജ്മഹൽ കണ്ടിട്ടുണ്ട്. യു ഹാവ് സീൻ ദ താജ്മഹൽ. നിങ്ങൾ താജ്മഹൽ കണ്ടിട്ടുണ്ട്. ദേ ഹാവ് സീൻ ദ താജ്മഹൽ. അവർ താജ്മഹൽ കണ്ടിട്ടുണ്ട്. വി ഹാവ് സീൻ ദ താജ്മഹൽ. ഞങ്ങൾ താജ്മഹൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ എവിടെയൊക്കെയാണ് ഹാസ് അല്ലെങ്കിൽ ഹാവ് വരിക എന്ന്? നമുക്ക് വരുന്നൊരു സംശയം നോക്കാം. ഞാൻ ഇന്നലെ അവനെ കണ്ടു എന്ന് പറയാൻ ഐ ഹാവ് സീൻ ഹിം യെസ്റ്റർഡേ എന്ന് പറയാമോ? പാടില്ല. അത് തെറ്റാണ്. എന്തുകൊണ്ടാണ് അത് തെറ്റാവുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് എന്നത് ഇപ്പോഴത്തെ സമയവുമായി ബന്ധമുള്ള ടെൻസാണ്.
യെസ്റ്റർഡേ ഇന്നലെ എന്നത് കഴിഞ്ഞു പോയ സമയമാണ്. ഇവ രണ്ടും ഒരേ വാചകത്തിൽ വരാൻ പാടില്ല. ഓക്കെ, ഇനി ഇത് നമുക്ക് ഒരാൾ നമ്മളോട് എങ്ങനെയാണ് ചോദിക്കുക എന്നും അതിന് ആൻസർ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നും നോക്കിയാൽ കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമാവും. ചോദ്യം: ഡിഡ് യു സീ ഹിം യെസ്റ്റർഡേ? നീ ഇന്നലെ അവനെ കണ്ടോ? മറുപടി: ഐ സോ ഹിം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ അവനെ കണ്ടു. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ചോദ്യം: ഹാവ് യു സീൻ ഹിം? നീ അവനെ കണ്ടിട്ടുണ്ടോ? മറുപടി: ഐ ഹാവ് സീൻ ഹിം. ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ ഇന്നലെ എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കണം. അതായത് വെർബിൻ്റെ രണ്ടാമത്തെ രൂപമായ V2 ഉപയോഗിക്കണം. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. ശരിയായ രീതി 2. ഐ ഹാവ് സീൻ ഹിം. ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഇവിടെ സമയമില്ല. ചുരുക്കത്തിൽ ഹാവ് ഹാസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇന്നലെ, യെസ്റ്റർഡേ, കഴിഞ്ഞ വർഷം, ലാസ്റ്റ് ഇയർ തുടങ്ങിയ സമയം ചേർക്കരുത്. ഒരു ലേശം ഡൗട്ട് ഉണ്ടാക്കുന്ന ഏരിയയാണിത്. അതിനാണ് ഒരു ക്വസ്റ്റ്യൻ വെച്ച് നൽകിയത്. ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ ടെൻസായ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കുറേ നേരം മുൻപ് തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. സ്ട്രക്ചർ: സബ്ജക്റ്റ് പ്ലസ് ഹാവ് ബീൻ, ഹാസ് ബീൻ പ്ലസ് V1 പ്ലസ് ING. ഇവിടെ ഹാസ് ബീൻ എന്നത് സിംഗുലാറിൻ്റെ കൂടെയും ഹാവ് ബീൻ എന്നത് പ്ലൂരലിൻ്റെ കൂടെയുമാണ് ചേർക്കേണ്ടത്. ഈ ഒരു ഭാഗത്ത് 2 കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. 1 സിൻസ്, 2 ഫോർ. ഇവ എന്താണെന്ന് നമുക്ക് നോക്കാം. സിൻസ് ഒരു പ്രവൃത്തി തുടങ്ങിയ കൃത്യമായ സമയം, സിൻസ് മൺഡേ, സിൻസ് 2010. ഫോർ ഒരു പ്രവൃത്തി എത്ര സമയം എടുത്തു എന്നതുമാണ്. ഫോർ 2 hours, ഫോർ 5 days. ഉദാഹരണം: ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 1 hour. ഞാൻ 1 മണിക്കൂറായി നിന്നെ കാത്തിരിക്കുകയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ 1 മണിക്കൂറായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫോർ ഉപയോഗിച്ചത്. മനസ്സിലായില്ലേ? അടുത്തത് നോക്കാം. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സമയം എടുത്തു പറയുന്നുണ്ട്, എപ്പം മുതൽ എന്ന്. അതുകൊണ്ടാണ് അവിടെ സിൻസ് ഉപയോഗിച്ചത്. സിൻസിനും ഫോറിനും കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഫോർ കാലയളവ് സൂചിപ്പിക്കാൻ. ഒരു പ്രവൃത്തി എത്ര സമയം നീണ്ടു നിന്നു എന്ന് പറയാനാണ് ഫോർ ഉപയോഗിക്കുന്നത്. ഇത് കൃത്യമായ ഒരു കണക്കിനെ, നമ്പർ പ്ലസ് ടൈം യൂണിറ്റിനെ സൂചിപ്പിക്കുന്നു. ഉദാഹരണങ്ങൾ: ഫോർ 10 minutes 10 മിനിറ്റായി. ഫോർ 5 hours 5 മണിക്കൂറായി. ഫോർ 2 days 2 ദിവസമായി. ഫോർ 3 years 3 വർഷമായി. ഫോർ എ ലോങ് ടൈം കുറേ നാളായി. സിൻസ് തുടങ്ങിയ സമയം സൂചിപ്പിക്കാൻ. ഒരു പ്രവൃത്തി എപ്പോൾ തുടങ്ങി എന്ന് പറയാനാണ് സിൻസ് ഉപയോഗിക്കുന്നത്. ഇത് കൃത്യമായ ഒരു സമയത്തെയോ ദിവസത്തെയോ വർഷത്തെയോ സൂചിപ്പിക്കുന്നു. ഉദാഹരണങ്ങൾ: സിൻസ് 8 AM 8 മണി മുതൽ. സിൻസ് മൺഡേ തിങ്കളാഴ്ച മുതൽ. സിൻസ് 2021 2021 മുതൽ. സിൻസ് ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച മുതൽ. സിൻസ് ചൈൽഡ്ഹുഡ് കുട്ടിക്കാലം മുതൽ. സിൻസും ഫോറും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒരു കാര്യം കുറച്ച് നാളുകളായി അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളായി തുടർച്ചയായി നടക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ ഇത് ഉപയോഗിക്കാം. ഇവിടെ സമയം കൃത്യമായി പറയുന്നില്ലെങ്കിലും അർത്ഥം വ്യക്തമാണ്. ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് ചേഞ്ചിങ് മൈ ജോബ്. ഞാൻ ജോലി മാറുന്നതിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തായി എന്നർത്ഥം. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹാർഡ്. അവൻ കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ പ്രാക്ടീസിങ് എക്സൽ. ഞാൻ എക്സൽ പരിശീലിച്ചു കൊണ്ടിരിക്കുകയാണ്. തൊട്ടു മുൻപ് നടന്നൊരു പ്രവൃത്തിയുടെ ഫലം കാണുമ്പോൾ, ഒരു പ്രവൃത്തി ഇപ്പോൾ തന്നെ അവസാനിച്ചിരിക്കാം, പക്ഷെ അതിൻ്റെ ഫലം ഇപ്പോഴും കാണാനുണ്ടെങ്കിൽ നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കും. യുവർ ഐസ് ആർ റെഡ്. ഹാവ് യു ബീൻ ക്രൈയിങ്? നിന്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നു, നീ കരയുകയായിരുന്നു. ഐ എം ഔട്ട് ഓഫ് ബ്രെത്ത് ബിക്കോസ് ഐ ഹാവ് ബീൻ റണ്ണിങ്. ശ്വാസം മുട്ടുന്നു കാരണം ഞാൻ ഓടുകയായിരുന്നു. ദ ഗ്രൗണ്ട് ഇസ് വെറ്റ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്. നിലം നനഞ്ഞിരിക്കുന്നു, മഴ പെയ്യുകയായിരുന്നു. ചുരുക്കത്തിൽ
ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനേക്കാൾ കുറച്ചു നേരമായി അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളായി നടന്നു വരുന്ന ഒരു കാര്യത്തിനാണ് സമയമില്ലാതെയും ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇവ തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കാം. ഫലത്തിനാണ് പ്രാധാന്യമെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ്, ഐ ഹാവ് പെയിന്റഡ് ദ വോൾ, ജോലി കഴിഞ്ഞു, മതിലിപ്പോൾ ഭംഗിയായിട്ടുണ്ട്. പ്രവൃത്തി തുടരുന്നതിനാണ് പ്രാധാന്യമെങ്കിൽ കണ്ടിന്യൂസ്, ഐ ഹാവ് ബീൻ പെയിന്റിംഗ് ദ വോൾ, ജോലി നടന്നുകൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ പ്രസന്റ് പെർഫെക്റ്റ്, എത്ര നേരമായി നടക്കുന്നു എന്ന് പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്മൾ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തു. ഈ 4 കാര്യങ്ങൾ മാത്രം ഓർക്കുക. സിമ്പിൾ പ്രസന്റ്, ഐ ഈറ്റ് റൈസ്, ശീലം. പ്രസന്റ് കണ്ടിന്യൂസ്, ഐ ആം ഈറ്റിംഗ് റൈസ്, ഇപ്പോൾ നടക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ്, ഐ ഹാവ് ഈറ്റൻ റൈസ്, ചെയ്തു കഴിഞ്ഞു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഐ ഹാവ് ബീൻ ഈറ്റിംഗ് ഫോർ 10 minutes, തുടരുന്നു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഹോംവർക്ക് ഇതാണ്. ഞാൻ 5 വർഷമായി ജോലി ചെയ്യുകയാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് താഴെ കമൻറ്റ് ചെയ്യുക. തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തി തരുന്നതാണ്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാസ്റ്റ് ടെൻസ് പഠിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നൊരു കാര്യം, നമ്മൾ ഇന്നലെ ഒരു ഗിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നമുക്കിതിൽ നിന്നും ഏണിങ് കിട്ടി തുടങ്ങുകയാണെങ്കിൽ ആദ്യത്തെ ഏണിങ്സ് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത ഒരാൾക്ക് കൊടുക്കുമെന്ന്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾ എവിടെ ഇരുന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് നോക്കാലോ ആരൊക്കെയാണ് ഒരേ നാട്ടിലുള്ളതെന്ന്. അപ്പോൾ നമുക്ക് നാളെ കാണാം. താങ്ക് യു.